കാര്യത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യമാണ്. ദളിതർക്കെതിരെയുള്ള ക്രൂരമായ പ്രശ്നങ്ങളാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരനെ അംഗീകരിക്കാൻ കഴിയാത്ത അതാരാ? സർക്കാരിനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് BJP-യോ കോൺഗ്രസിനെയോ അല്ല. അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഒരു ജനരോഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു. അപ്പൊ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തന്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു, മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. കിട്ടിയതിന്റെ കാരണം ഈ ജാതി കാർഡ് സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് അനുകൂലമായിട്ട് ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. സുഹൃത്തുക്കളെ, ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി വിജയിച്ചാൽ വിവരമുണ്ടാകുമെന്ന് വിചാരിച്ച് നടക്കുന്ന മനുഷ്യന്റെ പേര് നമ്പീരനാണ്. നമ്പീരൻ നായര മാരാരെന്നാണ്. സോറി കേട്ടോ, അഖിൽ മാരാരാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം വേടനെ കുറിച്ചാണ് പറഞ്ഞത്. വേടനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ കഞ്ചാവ് കേസും പുലിപ്പല്ല് കേസിന് ശേഷമാണ് ഇദ്ദേഹത്തിന് അപാരമായ പ്രസക്തി കിട്ടിയത് എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ 2 കേസിന് ശേഷമായിരിക്കും അഖിൽ മാരാർ ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇദ്ദേഹം ഈ പരിപാടിക്ക് ശേഷമാണ്, ഈ ഒരു കേസിന് ശേഷമാണ് ജാതിക്കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. എന്തായാലും ജാതിക്കാർഡ് എന്നുള്ള സംഗതി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടും ഇവിടെ ജാതി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ ആദ്യ പാട്ട് മുതൽ പറയുന്നുണ്ട്. തൻ്റെ ആദ്യത്തെ പാട്ടായിട്ടുള്ള വോയിസ് ഓഫ് വോയിസ്ലെസ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആ വാക്കിന്റെ അർത്ഥം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ്. ഈ ലോകത്ത് ശബ്ദമില്ലാതായി പോയവരാരൊക്കെയാണോ അവർക്ക് വേണ്ടി ഞാൻ പാടുന്നു, പറയുന്നു എന്നുള്ളതാണ് വേടൻ പറഞ്ഞത്. എൻ്റെ പൊന്നു അഖിൽ മാരാരെ, നീ വിചാരിക്കുന്നത് പോലെ ആ ഒരു കേസിന് ശേഷമല്ല. പിന്നെ പുലിപ്പല്ല് കേസ് ഇങ്ങനെ എടുത്തു പറയുമ്പോൾ നീ ഒന്ന് സൂക്ഷിക്കണം. നിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന പുലിപ്പല്ല് ഇപ്പൊ എടുത്ത് മടക്കി 4 മടക്കി എവിടെയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബാക്കിയിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, ഇത് മുഴുവനായിട്ടും ഈ മനുഷ്യനൊന്ന് റോസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. കേട്ടോക്കോട്ടെ. അവിടെ കഴിഞ്ഞ വേടന് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ അനുഭവിച്ചത് കൂടിയാണ് എഴുതുന്നത് എന്നുള്ളത്. ഇനി ആ ഒരാൾ എഴുതുന്ന വരികൾ അത് മറ്റുള്ളവർക്ക് ഇത്രത്തോളം ഇൻജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരുപാട് പേര് സമൂഹത്തിൽ ഉണ്ടെന്ന് കൂടി വേണം മനസ്സിലാക്കുന്നത്, അല്ലെ? ഇപ്പൊ അത്തരത്തിൽ സുഹൃത്തുക്കളെ, ഈ അവതാരകൻ പറഞ്ഞ കാര്യത്തെ പറ്റി ഒന്നുകൂടി വ്യക്തമാക്കി പറയേണ്ടിയിരിക്കുന്നത് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം അവതാരകൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, എന്തുകൊണ്ടാണ് വേടന് അല്ലെങ്കിൽ വേടന്റെ പാട്ട് കേൾക്കാൻ ഇത്ര അധികം ആളുകൾ, അല്ലെങ്കിൽ വേടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കയ്യടി കിട്ടുന്നത്? ഇത്രയധികം അപ്ലൗസുകൾ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ പുറത്തും വേടന് കിട്ടുന്നൊന്നുണ്ടായിരിക്കാം. ശരിയാണ്, വേടൻ ജാതിയെ കുറിച്ച് പറയുന്നു, ജാതീയതയെ കുറിച്ച് പാട്ട് പാടുന്നു, അത് പറയുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ജാതി ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആളുകൾ മുഴുവൻ വരുന്നുണ്ട്. ഈ അല്ലാത്തതായിട്ടുള്ള ആളുകൾ വേടന്റെ പാട്ടുകൾ ആസ്വദിക്കാൻ വരുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾ എന്താണ് വേടൻ പറയുന്നതെന്നും പാടുന്നതെന്നും അറിയാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കാം. ശരി, രണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം കയ്യടി പുറത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ വേടൻ പറയുന്ന കാര്യങ്ങൾ ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യുന്നുണ്ട്. വേടൻ പറയുന്നത് ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേടന്റെ അനുഭവമുള്ള ആളുകൾ പുറത്ത് ആ പാട്ട് കേൾക്കാൻ വരുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ വേണ്ടേ അതിന് മനസ്സിലാക്കാൻ? വേണ്ടേ? ബാക്കി നോക്കാം. ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീറാമിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളി മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ നോക്കൂ, ഇവ പറയുന്നത് കേട്ടാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. വേടൻ പറയുന്നത് ഇന്ത്യയിൽ ഒരു കാര്യമാണ്. ശരിയാണ്, അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു വിളിയോട് കൂടിയിട്ട് നമ്മൾ പലപ്പോഴും കൊലപാതക ദൃശ്യങ്ങളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിനെ എതിർക്കാൻ ഒരു നിർവാഹവുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വിളി വിളിച്ച് ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും അല്ലാഹു അക്ബർ വിളി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. അല്ല സുഹൃത്തെ, ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനത്തെ ഒരു വിളി വിളിച്ചിട്ട് ഒരാളും വേറെ മതത്തിന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേ വിളി വിളിച്ചിട്ട്, അതായത് നമ്മുടെ എന്താണ്
ഹരേരാമ എന്താ ഹരരാമല്ല എന്താ ജയ് ശ്രീരാം. ജയ് ശ്രീരാം എന്നുള്ള വിളി വിളിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്രമിക്കപ്പെട്ടത് മുസ്ലിം അല്ലെന്നേ. നിങ്ങളടക്കമുള്ള ആളുകള് ഹിന്ദു മതത്തിന്റെ ഒപ്പം കൂട്ടാത്ത ദളിതരെയാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ജയ് ശ്രീരാം വിളിച്ച് തല്ലിക്കൊന്നിട്ടുള്ളത്. അതാണ് വേടൻ പറഞ്ഞേ. ജയ് ശ്രീരാം വിളിച്ചിട്ട് ആദ്യമായിട്ട് ആ ദണ്ഡ ഉയർന്നത് ഒരു ദളിതന്റെ നെഞ്ചത്തേക്കാണ്. അതൊരിക്കലും മുസ്ലിമിന്റെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യന്റെ നെഞ്ചത്തേക്കല്ല. അപ്പോ വന്നിരുന്നിട്ട് വർഗീയത പറയരുത്, മരാരെ പറയരുത്. നോക്കാം. എവിടെ 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 പറയുന്നു രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയാൻ പറ്റും? സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് എന്ത് പ്രസക്തി? സീതയെ തള്ളിപ്പറയുന്ന സാഹചര്യം വരുന്നത് വലിയൊരു വിഭാഗം സീതയുടെ ശുദ്ധിയെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്റെ ഭാര്യ ശുദ്ധിയുള്ളവളാണ് 100% അറിയാം. പക്ഷെ തന്റെ ജനത്തിന്റെ അത് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം ഭരണാധികാരിയാണ്. അങ്ങനൊരു രാവണൻ എന്താ ചെയ്തത്? വല്ലവന്റെയും ഭാര്യയെ, നമ്മുടെ നാട്ടിൽ വല്ലവന്റെ ഭാര്യയെ മോഹിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി അവളെ വെച്ച് പൊറുപ്പിച്ച് അത് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ത് മാനസികാവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്? ഇവിടെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചോദ്യം ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നത്. രാവണനെ എങ്ങനെ അറിയാൻ പറ്റും? സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് എന്ത് പ്രസക്തി? സീതയെ തള്ളിപ്പറയുന്ന സാഹചര്യം വരുന്നത് വലിയൊരു വിഭാഗം സീതയുടെ ശുദ്ധിയെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്റെ ഭാര്യ ശുദ്ധിയുള്ളവളാണ് 100% അറിയാം. പക്ഷെ തന്റെ ജനത്തിന്റെ അത് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം ഭരണാധികാരിയാണ്. അങ്ങനൊരു രാവണൻ എന്താ ചെയ്തത്? വല്ലവന്റെയും ഭാര്യയെ, നമ്മുടെ നാട്ടിൽ വല്ലവന്റെ ഭാര്യയെ മോഹിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി അവളെ വെച്ച് പൊറുപ്പിച്ച് അത് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ത് മാനസികാവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്? ഇവിടെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചോദ്യം ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നത്. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്നത് അയാൾ പ്രൊഫസറാന്നാ പറയുന്നത്. കറക്റ്റ് എന്ന് ആ ഇന്റർവ്യൂ ഒന്ന് എന്തായാലും ഇദ്ദേഹത്തിന് അരുൺകുമാറും അദ്ദേഹം കൂടി സംസാരിച്ചൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്തായാലും വേടൻ കുറിച്ച് ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് വേടൻ പറയുന്നുണ്ട് ഞങ്ങളെ തലച്ചോറിൽ DNA ഇല്ല എന്ന രീതിയിലാണ്. ഒരുപക്ഷെ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടും വേറൊരു മനുഷ്യൻ പറഞ്ഞ ഒരു വർത്തമാനം നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഒന്ന് കേട്ടോ, എന്നിട്ട് തീരുമാനിക്കാം. സോഷ്യൽ മീഡിയയിലെ ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ് വേടനും ഫോട്ടോ ചാനലിലെ അരുണുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗം. ആ ഭാഗത്തില് വേടൻ പറയുന്നു നമ്മളിൽ പഠിക്കാനുള്ള ജീൻ ഇല്ല എന്ന് പറയുന്നു. അരുൺ അതിനെ കറക്റ്റ് എന്ന് പറയുന്നു. അതിനെതിരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതിലൊരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ എന്ന് പറഞ്ഞൊരു ചെറുക്കൻ, അവന്റെ ജാതിപ്പേര് ഞാൻ പറയുന്നില്ല, അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുക്കൻ അവൻ ബിഗ് ബോസിലൊക്കെ വിന്നറൊക്കെ ആയിട്ട് വന്ന് ചളി വർത്താനം പറയുന്ന ആളാണ്. ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണും അതിനെ ഒപ്പോസ് ചെയ്യാതെ കറക്റ്റ് ചെയ്തു, അങ്ങനെയാണോ എന്നൊക്കെ, അത് ശരിയല്ല എന്നൊക്കെയാണ് അഖിൽ പറയുന്നത്. പക്ഷെ അഖിൽ പറയുന്നുണ്ട് ഞാൻ ക്ലാസ് ടോപ്പർ ഒക്കെ ആയിരുന്നു. ടോപ്പർ ആയിരിക്കാം, പക്ഷെ എല്ലാ കാര്യത്തിലും നീ ടോപ്പർ അല്ല. ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനെ നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും, അതിന്റെ ജീനിനെ അഫക്ട് ചെയ്യും. പക്ഷെ അത് നമുക്ക് റിക്കവർ ചെയ്യാം. ഇവിടെ സംഭവിച്ച അത്രയേ ഉള്ളൂ. ഏകദേശം 10,500ഓളം കൊല്ലങ്ങൾ അടിമകളായിട്ടിരുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇല്ലായിരുന്നു. അവർക്ക് വിദ്യ നിഷേധിച്ചിട്ടുള്ളവരായിരുന്നു. അവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കൊല്ലം അവർ ഈ അടിമത്തം അനുഭവിച്ചതിന്റെ പേരിൽ അവരുടെ ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ജീനില് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ വേടൻ ഉദ്ദേശിച്ചിട്ട്. അതിന് ഞാൻ വേറെ ഉദാഹരണം പറയാം. അയ്യങ്കാളി നടത്തിയ കാർഷിക സമരത്തിന്റെ ആ സമയത്ത് ഒരു കൊല്ലത്തോളം ഭൂമി തരിശാക്കിയിട്ടിരുന്നു, കൃഷി ചെയ്തില്ല. ആ ചെയ്യാതിരുന്ന സമയത്ത് ഇവിടുത്തെ കക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ട്, അതായത് സവർണർ എന്ന് പറഞ്ഞ് വിളിക്കുന്ന വ്യക്തികളെല്ലാം കൂടെ ചെന്ന് കൃഷി ചെയ്യാനൊക്കെ നോക്കി, വിജയിച്ചില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് കൃഷി അറിയത്തില്ല, നിങ്ങൾ കൃഷി ചെയ്യാതിരുന്നത് കൊണ്ട്. നൂറ്റാണ്ടുകളോളം നിങ്ങൾ കൃഷി ചെയ്തിട്ടില്ല. കൃഷി ചെയ്തത് ഇവിടുത്തെ ഉലയനും മറ്റുള്ളവരുമായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് കൃഷി ചെയ്യാനായിട്ട് അറിയത്തോളായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കൃഷിയിൽ വിജയിക്കാതിരുന്നത്. ആ വിജയിക്കാതിരുന്നത് കൊണ്ടാണ് ആ സമരത്തിൽ തിരിശീല വീണത്. ആ സമരത്തിൽ അയ്യങ്കാളി വിജയിച്ചത് അതുകൊണ്ടാണ്. അതുപോലെയുള്ളൂ ഇത്. നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തി വെച്ചിട്ട്, അടിമകളാക്കി വെച്ചിട്ട്, വിദ്യയെ നിഷേധിച്ചിട്ട് പെട്ടെന്നൊരു സമയത്ത് വിദ്യ കൊണ്ട് ഉയരാൻ പറ്റത്തില്ല. ഇങ്ങനെ ബ്രെയിൻ ചേഞ്ച് ഉണ്ടായ വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു സമൂഹം വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അഖിൽ ഒരു കാര്യം ചെയ്യണം, ഈ ന്യൂറോ സയൻസ് ഒക്കെ എടുത്ത് വെച്ച് പഠിക്കണം കേട്ടോ. വെറുതെ വിടുവായത്തരം പറയരുത്. നിങ്ങളെ ഈ സംഘബോധമുള്ളവർക്കെല്ലാം ഒരു പ്രശ്നമില്ല. താൻ തന്നെ പറയുന്നുണ്ടല്ലോ തനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റത്തില്ലെന്ന്. അത് ഞാൻ എടുക്കത്തില്ല. താങ്കളെ അവർ എടുക്കത്തില്ല. കാരണം തന്റെ ഈ സംഘബോധവും ഈ വിടുവായത്തിനൊന്നും കമ്മ്യൂണിസ്റ്റുകൾ കേൾക്കത്തില്ല. അവർ കുറച്ചുകൂടെ ഉയർന്ന ബോധതലമുള്ളവരാണ്. പല ആൾക്കാരും എന്തായാലും ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്.
ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും അഖിലിന്റെ മറ്റു വർത്താനം കൂടി ഒന്ന് കേൾക്കാം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അഖിലിനൊപ്പം എന്തിന് മാരാര് വാരി വെച്ചു? യെസ്, ഈ നായന്മാരിലെ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. മാരാറെന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നു. അത് മമ്മൂക്കയുടെ നന്ദഗോപാൽ മാരാറിന്റെ ഒക്കെ ഒരു ഗമയം കൂടെ വെച്ചിട്ടാണ്. മാരാറെന്ന NSSനുള്ളിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, കണ്ടാൽ പുച്ഛമാണ് ഇവർക്ക്. ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ മനുഷ്യൻ ഇതുവരെ ഇയാള് വേടൻ ഒരുമാതിരി ജാതിയിൽ താഴ്ന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയാണ് വളർന്നു വരുന്നത്, അവനെന്തിനെ ജാതി പറയുന്നത് എന്ന് പറയുന്ന ഇവനിപ്പോ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ നായർ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും കുറഞ്ഞ ജാതിക്കാരാണ്, ഏറ്റവും മോശം ജാതിക്കാരാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അതായത് ഈ നായന്മാരിലെ ഏറ്റവും കുറഞ്ഞ ജാതിയാണത്ര ഈ മാരാരെന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ ജാതിയാണത്ര. ഇനിയിപ്പോ നായന്മാരിൽ അങ്ങനെ കുറെ ജാതി, ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ കേട്ടോ. എന്തെങ്കിലും അതുകൊണ്ട് തന്നെ ഇവൻ ചെറുപ്പം മുതൽ വളർന്നു വന്നിട്ടുള്ളത് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ജാതിയിൽ താഴ്ന്നവനാണ് ഇവനും. അപ്പൊ ഇവന് ആ ബോധമില്ലേ? നിനക്ക് തന്നെ അങ്ങനത്തെ ഒരു ജാതിയിൽ താഴ്ന്നതാണുള്ള ബോധമുള്ള നീയെ പിന്നെ എങ്ങനെയാണ് വേടനെ കുറ്റം പറയുക? അപ്പൊ പിന്നെ നീ ചിലക്കാണ്ടിരിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? ബാക്കി കേൾക്കാം മോനെ, നല്ല രസാണ്. അത് ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SP ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SI ഒരു ജാതിയായിട്ട് എടുത്തോളൂ. ഈ 3 ജാതി ഒരാൾക്ക് ലഭിക്കുന്നത് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ. അതേപോലെ ഞാനും പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞതാണ്. അതായത് പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ബ്രാഹ്മണനാക്കുന്നെങ്കിൽ ഇത്രത്തോളം പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള അഖിൽ മാരാറിനെ ഒരു ബ്രാഹ്മണനായി കണ്ടിട്ട് ശബരിമല മേൽശാന്തിയാക്കും. ഇവിടെ ഞങ്ങൾ തുല്യ അടിപൊളി പറയാറില്ല. പോത്തുപോയി 4 കാലേ ഉള്ളെന്ന് പറഞ്ഞ് സിംഹത്തിനോട് പറയത്തില്ല, നമ്മൾ ഈക്വൽ അത് പറയത്തില്ല. മനുഷ്യർക്കിടയിലും ഈ പ്രശ്നമുണ്ട്. നമ്മൾ 2 കാലും ഇരുകാലികളാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആരും തുല്യരല്ല കരുതി ഇടതുപക്ഷം ചെയ്യുന്ന ശരിക്കെതിരെ പറയുന്ന ഒരാളാണ്. ശരിക്കും മാരാറിന്റെ രാഷ്ട്രീയം എന്താ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. മനസ്സിലല്ലേ? കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമാണ് അഖിലിന്റെ രാഷ്ട്രീയം. അന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സംഖ്യയാണെന്ന് അർത്ഥം, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല കേട്ടോ. നല്ല ഉറച്ച സംഖ്യയാണ്. ഞാൻ ചാണക സംഖ്യയാണെന്ന് പറയാതെ പറയാണ് അഖിൽമാരുടെ അവസാനം പറയുന്നത് ഇവിടെ ആർക്കും തുല്യത ഇല്ല എന്നുള്ളതാണ്. മനുഷ്യന്മാർ തമ്മിലൊരു തുല്യത ഇല്ല. അപ്പോ എന്തും പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ജാതിയാവാൻ പറയും, ബ്രാഹ്മണനാവാൻ കഴിയും. അത് വിദ്യ നേടിക്കഴിഞ്ഞാൽ അവരൊക്കെ ബ്രാഹ്മണ എന്ന് പറയുമ്പോൾ അവതാരം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമാരാരെ താൻ ഇനി പൂജകളൊക്കെ പഠിക്കും, അത് ഗംഭീരമായിട്ട് പൂജ പഠിച്ച് അതിനെ പറ്റിയൊക്കെ നല്ല അറിവുണ്ടെങ്കിൽ തന്നെ നാളെ കൊണ്ടുപോയിട്ട് ശബരിമല മേൽശാന്തിയാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവനതിന് ഉത്തരമില്ല, അഖിലിന് ഉത്തരമില്ല. അവിടെ ബബ്ബപ്പ് കളിക്കുകയാണ്. 4 കാലുണ്ട് വെച്ചിട്ട് പോത്ത് എന്താണ് നമ്മുടെ ഇതാകുമോ സിംഹമാകുമോ എന്നീ പറയുന്ന മൊടന്തൻ കുയുക്തി ന്യായങ്ങളാണ് പിന്നെ അഖിൽമാരാർ അവിടെ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എങ്ങനെയെങ്കിലും വേടനെ അടിച്ച് പതറിയിടുക എന്ന് മാത്രമാണ് ഇവന്റെ ഒരു ഉദ്ദേശം. പക്ഷേ ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരവും ഉണ്ട് എന്നുള്ള ധാരണയിലേക്ക് എന്റെ പൊന്നു അഖിൽമാരാരെ നീ മാറി നിൽക്കരുത്. ഒരല്പസ്വല്പമൊക്കെ സാമൂഹ്യ ബോധം ആവാം. ഇടതുപക്ഷ വിരുദ്ധനാണെങ്കിലും സംഖ്യയാവാതിരുന്നാൽ കുറേയൊക്കെ നന്ന്. ബൈ.